ഹലോ ഗൈസ്, നമ്മൾ ഇത്തവണത്തെ ജന്മാഷ്ടമിക്ക് നമ്മുടെ നേരൂട്ടിനെ കണ്ണനാക്കിയായിരുന്നു. നോർമലി ഇതിന് മുൻപ് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കുമായിട്ട് നേരൂട്ടിനെ കണ്ണനും രാധയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും ജന്മാഷ്ടമി ദിവസം ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം അടിപ്പിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. ഇത് ഞങ്ങൾക്ക് ഒട്ടും പ്ലാൻ ഇല്ലാത്തൊരു പ്രോഗ്രാം ആയിരുന്നു. തലേന്ന് നൈറ്റ് സിസ്റ്റർ വിളിച്ചിട്ടായിരുന്നു കേട്ടോ നാളെ ജന്മാഷ്ടമിയുടെ അന്ന് വീടിന്റെ അടുത്ത് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ ഇത്തവണ നമ്മുടെ നേരൂട്ടിനും ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം എടുക്കാൻ ഒരു പ്ലാനായി. ഫസ്റ്റ് ആൾ കോസ്റ്റ്യൂം ഒക്കെ ഇടാൻ നിന്നുവരുന്നുള്ള ഒരു ഡൗട്ട് ആയിരുന്നു കേട്ടോ. എന്നാൽ അവിടെ ചെന്നപ്പോൾ കുട്ടികളെല്ലാം മേക്കപ്പ് ചെയ്യുന്നുണ്ടപ്പോൾ ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഫസ്റ്റ് അവളെ കണ്ണനാക്കണോ രാധയാക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആളുടെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ണനാണ് കുറച്ചും കൂടെ ആപ്റ്റൻ തോന്നി. ഞങ്ങൾ അങ്ങനെ കണ്ണനാവാൻ പോവാണ് ഗൈസ്. കണ്ണനായിട്ട് വരാ. പിന്നെ ഇവിടെ എല്ലാ കൊച്ചുങ്ങൾക്കും മേക്കപ്പ് ചെയ്യാനായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ നേരിട്ടിന് കോസ്റ്റ്യൂമും മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തത്. അവളുടെ മൂഡാണെങ്കിൽ എപ്പോൾ വേണേലും ചേഞ്ച് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവളുടെ മൂഡിനനുസരിച്ച് ടൈം എടുത്ത് ലാസ്റ്റ് ആണ് കേട്ടോ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്തത്. അതിനിടയ്ക്ക് ചെണ്ടമേളം ആസ്വദിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു ആള്. ഞങ്ങൾ പിന്നെ കോസ്റ്റ്യൂം ഒക്കെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും എടുക്കാതെയാണ് കേട്ടോ ഫസ്റ്റ് വന്നത്. പിന്നെ ഇവളുടെ സൈസിലുള്ള കോസ്റ്റ്യൂം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടത് ആളുടെ പാതി ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഫൈനലായിട്ട് പൊട്ട് മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം മേക്കപ്പ് ചെയ്യാനെത്തി ചാച്ചനോട് ചെയ്തു തരാൻ പറഞ്ഞു. ഈ മേക്കപ്പ് ചെയ്യുമ്പോഴെല്ലാം ആള് പാതി ഉറക്കത്തിലായിരുന്നു കേട്ടോ. എങ്കിലും അനങ്ങാതെ ഇരുന്നൊക്കെ തന്നു. അങ്ങനെ ദേ നമ്മുടെ നേരിട്ടൻ കണ്ണനുമായി. ഈ കണ്ണനെ ഇഷ്ടമായവരായിരുന്നു നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ശോഭയാത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് നമ്മുടെ നേരിട്ടിന് ഫോട്ടോസിന് പോസ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസിന് പോസ് ചെയ്ത് ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ എന്നൊക്കെ ഒരു തമാശ പോലെ പറയാൻ തുടങ്ങിയിട്ട് എല്ലാവരും. ഇവളാണെങ്കിൽ കോസ്റ്റ്യൂം പോലും ഇടുന്നുള്ള ഡൗട്ടായിരുന്നു എനിക്ക്. എന്നാൽ ശോഭയാത്രയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആള് ഫുൾ ആക്റ്റീവും. പിന്നെ ഇയാളായിരുന്നു കേട്ടോ നമ്മുടെ ടീമിലെ ഏറ്റവും ചെറിയ കണ്ണൻ. ആളെയും കുറച്ചു നേരമൊക്കെ നടത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആളാണെങ്കിൽ കണ്ണന്റെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞതും ആളുടെ ക്യാരക്ടർ തന്നെ കണ്ണനായിട്ട് മാറിക്കഴിഞ്ഞോ എന്നൊരു ഡൗട്ട്. ബിക്കോസ് രാധമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതൽ. കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്ര ദൂരം നടക്കുമെന്നുള്ള കാര്യത്തിലായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡൗട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ആള് മാക്സിമം ഫുള്ളായിട്ട് നടക്കുകയും ചെയ്തു. അവിടുത്തെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണുകയും കൂടെ ചെയ്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയും ആയിരുന്നു. അവിടെ എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ടപ്പോൾ ആൾ അവരുടെ കൂടെ ചാടി കയറി ഡാൻസ് ചെയ്യായിരുന്നു. അതുകൂടാതെ ഒറിയടിയും കാര്യങ്ങളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആള്. പിന്നെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് മെയിൻ കണ്ണനും നമ്മളും എല്ലാവരും കൂടെ ചേർന്നൊരു കൊട്ടിക്കലാശം ഡാൻസ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ പൂജയുടെ പ്രസാദം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്തവണത്തെ ജന്മാഷ്ടമി ആഘോഷം സമ്പൂർണ്ണമായി. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ജന്മാഷ്ടമി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.